വയനാടിനുമേൽ മൂടൽമഞ്ഞ് വീണ ഒരു പ്രഭാതം. ഒറ്റ ദിവസം കൊണ്ട് ഒരു തീരുമാനം. ആക്രമണം. കേവലം ഒറ്റ ദിവസത്തെ ആക്രമണം കൊണ്ട് ക്യാപ്റ്റൻ ഉൾപ്പെടെ 75 ബ്രിട്ടീഷ് സൈനികരെയാണ് ആ ധീരൻ നിലം പരിശാക്കി കാലാപുരിക്കയച്ചത്. കുറിച്യപ്പടയുടെ യഥാർത്ഥ സിംഹഗർജനം. തലക്കൽ ചന്തു. പോരാട്ടത്തിന്റെ ഭൂപടം തന്നെ മാറ്റിയ യഥാർത്ഥ ധീരൻ. വയനാട്ടിലെ കാടും മലയും നിറഞ്ഞ പ്രദേശം. 1770 1780 കാലഘട്ടത്തിൽ കുറിച്യ സമുദായത്തിൽ വളർന്നു വന്ന ബാലൻ ചന്തു ബാല്യകാലം തന്നെ കാട്ടിൽ ചെലവഴിച്ച് വില്ലും അമ്പും വാളും കൈകൊണ്ട് ഉപയോഗിക്കാൻ പരിശീലിച്ചു. രാത്രിയും പുലർച്ചെയും കാട്ടിലൂടെ സഞ്ചരിച്ച് ഗറില്ല യുദ്ധമുറകൾ പഠിച്ചെടുത്തു. മാത്രമല്ല രക്ഷാപരമായ നൈപുണ്യങ്ങളും അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുത്തു. തലക്കൽ ചന്തുവിന്റെ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ കൃത്യമായ രേഖകളൊന്നും ലഭ്യമായിട്ടില്ല. തലക്കൽ എന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീട്ടുപേരായതുകൊണ്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് തലക്കൽ ചന്തു എന്ന് അറിയപ്പെട്ടത്. ഓറൽ ട്രഡീഷൻ മുഖേനയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ചെങ്കിലും വിവരങ്ങൾ പരമ്പരാഗതമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാല്യകാലത്തെ തന്നെ അഭ്യാസവും പരിശീലനവും ധൈര്യവും ഒക്കെ ചന്തു എന്ന ബാലനെ കുറിച്യപ്പടയുടെ നേതൃനിരയിലേക്ക് എത്തിച്ചു. ബ്രിട്ടീഷുകാർ വയനാടിന്റെ വനഭാഗങ്ങൾ കയ്യേറുകയും അനധികൃതമായി വയനാട്ടുകാർക്കെതിരെ നികുതി അടിച്ചേൽപ്പിക്കുകയും ചെയ്തപ്പോൾ കുറിച്യർ സമൂഹം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് രംഗത്തിറങ്ങി. ഈ സാഹചര്യത്തിൽ ചന്തുവിന്റെ കഴിവും ഭാവവും ധൈര്യവും കണ്ട് അദ്ദേഹം പഴശ്ശിരാജയുടെ സേനയിൽ പടത്തലവനായി ഉയർന്നു വന്നു. അദ്ദേഹത്തിന് കൂട്ടായി പഴശ്ശിപ്പടയിലെ മറ്റൊരു സൈനിക നേതാവായ എടച്ചേന കുങ്കും കൂടി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരോടുള്ള ഈ കടുത്ത വിരോധം കാരണം അവരെ നേരിടാൻ തലക്കൽ ചന്തു തീരുമാനിക്കുന്നു. സഹായമെന്നോണം എടച്ചേന കുങ്കൻ 150 പോരാളികളെ തലക്കൽ ചന്തുവിന്റെ കുറിച്യപ്പടക്ക് കൂട്ടായി നൽകുന്നു. 1802 ഒക്ടോബർ 11 ചന്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അവസരം വന്നു. പനമരം മിലിറ്ററി പോസ്റ്റിനെ ലക്ഷ്യമാക്കി തലക്കൽ ചന്തുവും എടച്ചേന കുങ്കനും കുറിച്യപ്പടയും 150 യോദ്ധാക്കളും മാർച്ച് ചെയ്തു. അവിടെ ക്യാപ്റ്റൻ ഡിക്കൻസിന്റെ നേതൃത്വത്തിലുള്ള 70 ബ്രിട്ടീഷ് സൈനികർ ക്യാമ്പ് ചെയ്തിരുന്നു. കുറിച്യപ്പടയുമായുള്ള ഏറ്റുമുട്ടലിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാ ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു. തുടർന്ന് ചന്തുവും കൂട്ടരും ബ്രിട്ടീഷ് ക്യാമ്പിൽ നിന്ന് 112 തോക്കുകൾ, 6 പെട്ടി വെടിക്കോപ്പുകൾ, 6000 രൂപ ഇതെല്ലാം അവർ കൈക്കലാക്കി. ശേഷം അവർ ആ മിലിറ്ററി പോസ്റ്റ് അഗ്നിക്കിരയാക്കി. ഈ പോരാട്ടത്തിൽ ക്യാപ്റ്റൻ ഡിക്കൻസ് ഉൾപ്പെടെ 70 ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ 5 കുറിച്യ പോരാളികളും വീരമൃത്യു വരിച്ചു. ഈ വിജയത്തോടെ ചന്തുവിന്റെ യുദ്ധതന്ത്രവും നൈപുണ്യവും ബ്രിട്ടീഷ് ഭരണത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. എന്നാൽ 1805 നവംബർ 15 ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ പിടികൂടി. പനമരം കോട്ടയിലെ കാളിമരച്ചുവട്ടിൽ വെച്ച് ആ ധീരനായ സ്വാതന്ത്ര്യ സമര പോരാളിയെ അവർ കഴുത്തറുത്തു കൊന്നു. കൊന്നുകളഞ്ഞാൽ അവസാനിക്കുന്നതല്ലായിരുന്നു ചന്തുവിന്റെ വീര്യം. പഴശ്ശിയോടൊപ്പം നിന്ന ധൈര്യവും രക്തസാക്ഷിത്വവും പിന്നീട് വന്ന തലമുറക്ക് ഒരു ഉയർന്ന സന്ദേശമായി മാറി.
മരണം കഴിഞ്ഞ് ഏകദേശം 270 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സർക്കാർ തലക്കൽ ചന്തുവിന് പനമരം കോട്ടക്കുള്ളിൽ ഒരു സ്മാരകം പണിതത്. ഇന്ന് ചന്തുവിന്റെ വീരമരണവും അസാമാന്യ ധൈര്യവും യുദ്ധ നൈപുണ്യവും സിംഹഗർജനവും എല്ലാം തന്നെ മലയാളിയുടെ ഹൃദയത്തിൽ ജീവനോടെ തുടിക്കുന്നു. തലക്കൽ ചന്തു ഒരു സാധാരണ യോദ്ധാവല്ല, കുറിച്യർ സമുദായത്തിന്റെ യഥാർത്ഥ ധീരൻ, പഴശ്ശിരാജയുടെ വിശ്വസ്തനായ പടത്തലവൻ, ബ്രിട്ടീഷ് സൈന്യത്തിനെ ഉറക്കം കെടുത്തിയ സിംഹഗർജനം, അതായിരുന്നു തലക്കൽ ചന്തു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി.